എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്ത്യക്കൊരു സുവർണ അവസരമാണോ ഇത്? ഭാരതം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോ മാറ്റങ്ങളെയും കാണുന്നത്. കാരണം ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അത് ഇൻകൺസിസ്റ്റൻസിയുടെ ഒരു ജനറൽ ഫീൽ. അതോടൊപ്പം തന്നെ ഒരു എക്സിക്യൂട്ടീവ് എക്സസസിനെതിരെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് അതിശക്തമായി മാറുകയാണെങ്കിൽ, ഇവിടെ സംഭവിച്ചത് ട്രംപ് എന്ന എക്സിക്യൂട്ടീവ് പ്രസിഡൻറ്റ് ശക്തനായി മാറുന്നു. തന്നിൽ അർപ്പിതമല്ലാത്ത അധികാരങ്ങൾ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അദ്ദേഹത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുകയാണ്. അതാണ് ടിപ്പിക്കൽ സെൻസിൽ അമേരിക്കയിലെ ഫെഡറൽ വ്യവസ്ഥയിലെ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രസിഡൻറ്റ് ഏതെങ്കിലും ഒരു നിയമം കോട്ട് ചെയ്ത് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങൾ കവരാൻ നോക്കിയാൽ അവിടെ സ്വാഭാവികമായി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി മാത്രമാണിത്. നോക്കൂ, 1977 ഒരു ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ചാണ് ട്രംപ് ഇങ്ങനെ ഒരു അധികാരം എടുത്ത് പ്രയോഗിച്ചത്. അത് അമേരിക്കയുടെ സെക്യൂരിറ്റി എൻഡേഞ്ചേർഡ് ആകുകയാണെങ്കിൽ, നാഷണൽ സെക്യൂരിറ്റി വലിയ വിഷയമാവുകയാണെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ്. അത് മാത്രമല്ല, അത് കോൺഗ്രഷണൽ അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കുകയും വേണം. ഇതൊന്നും ചെയ്യാതെ തോന്നുംപടി ടാരിഫ് അടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, ഒരു വർഷത്തിലേറെയായിട്ടില്ലേ, ഈ ഒരു ഭീഷണിയുടെ മുന്നിൽ ലോകത്തെ പല രാജ്യങ്ങളും എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുകയും പകരം സാധ്യതകൾ തേടുകയുമായിരുന്നുവല്ലോ. അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെ ഭീഷണി തുടരുവാൻ ട്രംപിന് കഴിഞ്ഞു അല്ലേ? അത് ഈ ലോകക്രമത്തിൽ തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് കഴിഞ്ഞു. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഇൻ ദ നെയിം ഓഫ് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അവിടെയാണ് ടു ടേക്ക് ദ നേഷൻ ടുഗെദർ. അതൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ലോക വ്യവസ്ഥിതിയിൽ അമേരിക്കയുടെ ഗ്രിപ്പ് അയയുന്നു എന്നൊരു പൊതു ഫീലിംഗ് ഉണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ടാരിഫ് എന്നത് ആയുധമാക്കി എടുത്തെങ്കിലേ പറ്റൂ എന്ന് ട്രംപിൻ്റെ ഒരു പരിമിതമായ ചിന്ത, ഒരു ബിസിനസ്സുകാരന് ചിന്തിക്കാവുന്ന ഒരു ചിന്ത തന്നെയാണത്. അങ്ങനെയെങ്കിൽ ഒന്നൊന്നായി രാജ്യങ്ങൾ ഈ ടാരിഫിൻ്റെ വാളെടുത്ത് വീശുകയും ഒന്നൊന്നായി രാജ്യങ്ങൾ ട്രംപുമായി അല്ലെങ്കിൽ അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്യുക എന്ന ഒരു ചിന്തയാണ് ട്രംപിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടായല്ലോ അല്ലേ? ട്രംപ് ഇങ്ങോട്ട് വന്നു, അത് ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. ഇന്ത്യ അങ്ങോട്ട് പോയതാണോ ട്രംപ് ഇങ്ങോട്ട്? ഇതൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ. ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇന്ത്യ അല്ല എന്നുകൂടി ഓർക്കണം, അത് ചൈനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി വലിയ $80-85 ബില്യൺ വാർഷിക കയറ്റുമതി, വലിയ ടാരിഫ് താങ്ങാനാവില്ല. അതുകൊണ്ട് കയറ്റുമതി നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ $500 ബില്യൺ കയറ്റുമതിയാണ് എൻവിസേജ് ചെയ്യുന്നത് ഒരു വർഷം. അത് വലിയ തുകയാണ്. അത് ട്രംപിൻ്റെ ഇറക്കുമതിയാണ് $500 ഓവർ എ പീരീഡ് ഓഫ് 5 years. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയും തത്തുല്യമായ രീതിയിൽ വർദ്ധിക്കണമല്ലോ. അതുകൊണ്ട് വലിയ ഗെയിൻസ് പ്രതീക്ഷിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 18% ടാരിഫ് എന്നത് ഇങ്ങനെയൊരു കോടതിയുടെ വിധി കാരണം അടുത്ത 150 ദിവസത്തേക്കെങ്കിലും 10% ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നത് കോടതി വിധി കൊണ്ടല്ല, ട്രംപിൻ്റെ ഒരു മറുപ്രഖ്യാപനത്തിലൂടെയാണ്. ഇപ്പം മുൻ നിലയിലേക്ക് വരിക, അതായത് 3.5% എന്ന ശരാശരി ട്രംപ് അധികാരമേൽക്കുന്ന ഇപ്രാവശ്യം അധികാരം ഏൽക്കുന്നതിന് മുൻപുള്ള നിലയിലേക്ക് കൊണ്ടുവന്നതാണ്. ഘട്ടം ഘട്ടമായി ഉയർത്തി 50%-ലേക്കും പിന്നീട് 18%-ലേക്കും താഴ്ത്തിക്കൊണ്ടുവന്നതാണ്. അതിപ്പോൾ 3.5 ആകേണ്ടതാണ്. അത് MFN മോസ്റ്റ് പ്രിഫേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് അത് നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. പക്ഷേ അഡീഷണൽ 10 ടാരിഫ് എക്രോസ് ദ ഫ്രോണ്ടിയർ എല്ലാ രാജ്യങ്ങൾക്കും, വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ രാജ്യങ്ങൾക്കും നേരെ 10% എന്നത് ഇന്ത്യക്കും ബാധകമാണ്. പക്ഷേ ഇത് 18% കൊടുക്കേണ്ടി വരുമോ, അതോ 10% നിൽക്കുമോ, അതോ 10 അധികം 3.5 13 ഓൾറെഡി എക്സിറ്റിംഗ് ഏതായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ശ്രീ സജിമോൻ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.